ദരിദ്രനായി തിരിച്ചുവന്ന ഖാദറിനെ ഭാര്യമാർ കൈയൊഴിഞ്ഞപ്പോൾ അയാളുടെ സംരക്ഷണം പഞ്ചായത്തിനും ബാധ്യതയാകുന്നു. ഖാദർ സമ്പന്നനാണെന്ന് വരുത്തി തീർക്കാൻ സതി മെമ്പർ പദ്ധതി തയ്യാറാക്കുമ്പോൾ തനിക്ക് ദുബായ് സർക്കാരിന്റെ ലോട്ടറി അടിച്ചെന്നും അത് കോടികൾ വരുമെന്നും ഖാദർ വെളിപ്പെടുത്തി. അതോടെ ഖാദർ ഭാര്യമാരുടെ കണ്ണിലുണ്ണിയായി. ലോട്ടറി തുക കിട്ടുന്നതിനായി ബാങ്കിലടയ്ക്കാൻ ഭാര്യമാർ ലക്ഷങ്ങൾ ഖാദറിന് നൽകി. അതുമായി അയാൾ മുങ്ങിയപ്പോഴാണ് അത് കുഞ്ഞിഖാദർ അല്ലെന്ന സത്യം അവർ അറിഞ്ഞത്. ഇരുവരും വന്നയാളെ ഭർത്താവായി തന്നെ കണ്ടിരുന്നു എന്ന് നാട്ടുകാർ സംശയിച്ചു തുടങ്ങി. തുടർന്ന് കാണുക. മെമ്പറെ ഒന്ന് നിന്നേ. എന്താ ഖദീജ? അവള് കേക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാ. അന്ന് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ഓ, ഈ മെമ്പറോട് എന്ത് പറഞ്ഞാലും മറന്നു. ഒരാഴ്ച മുമ്പല്ലേ ഞാൻ പറഞ്ഞത്. ഓ, അക്കാര്യം. കുട്ടിന് രണ്ടും നല്ല വേദനയാ മെമ്പറെ. ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ടാ സഹായത്തിന് ഒരാളെ വേണോന്ന് പറഞ്ഞത്. ഇതിനെന്താ, അത് നല്ല കാര്യമല്ലേ? പെൺകുട്ടികളൊക്കെ ഇപ്പൊ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടല്ലോ. ഓട്ടോറിക്ഷ ഓടിക്കാനും വിമാനം പറത്താനും എന്തിന് തെങ്ങ കയറാൻ പോലും ഇപ്പൊ പെണ്ണുങ്ങളാ. ധൈര്യമായിട്ട് നിർത്തുന്നേ. അല്ല, മെമ്പർ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ ആ നീലിനോട് പറഞ്ഞിരുന്നു. അവനിപ്പോ എന്തോ കച്ചവട പരിപാടിയൊക്കെയാ. എന്തായാലും ഖദീജ വിഷമിക്കാതെ, മുട്ടുവേദന മാറും. ഖദീജയെ സഹായിക്കാൻ ഒരാളെത്തും. പണ്ട് എന്നെ ഇവിടെ സഹായിക്കാൻ ഒരു ബ്യൂട്ടി പാർലറുകാരി വന്നായിരുന്നു. എന്നെ പറ്റിച്ചില്ലെങ്കിലും അവൾ ഒരു കള്ളിയായിരുന്നു. പിന്നെ കുഞ്ഞിക്കാദർ എന്ന് പറഞ്ഞ് വേറൊരാള്. അയാൾ എന്റെ പണവും ഒക്കെ കൊണ്ടുപോയി. ഇനി വരുന്നത് എങ്ങനെയാവോ എന്തോ. അപ്പൊ ഇനി വരുന്നത് എന്തേലും പണി ഒപ്പിച്ചാ അത് എന്റെ പെടലി വരും അല്ലേ? അയ്യേ, അങ്ങനെ പറയരുത്. ഇനി വരുന്നതിനെ നമ്മൾ നന്നായി ഇന്റർവ്യൂ ചെയ്ത് എടുക്കാം. പണ്ടുണ്ടായ അബദ്ധം ഇനി ഉണ്ടാവരുത്. അത് ശരിയാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് മറക്കരുതേ. ഇല്ല, തേടിയ വള്ളി കാലച്ചിട്ടി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എടോ നീല, നീ മൊത്തത്തിലങ്ങ് നീലമയമാണല്ലോ. ഖദീജ, ഖദീജ. ഓ, നോക്കിയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആളുകൾ. അല്ലല്ല, ഇതെന്റെ അസിസ്റ്റന്റാ. ഇത് ചായക്കട ജോലിക്കൊന്നും പോവില്ല. എടാ നീല, ഞാൻ അതിന് വേറെ ആളെ ഞാൻ കൊണ്ടുവരാം. എന്താ നീല നീ പറയുന്നേ? എത്ര നാളായി ഖദീജുമ്മയ്ക്ക് ഒരാളെ വേണമെന്ന് ഞാൻ പറയുന്നേ? ഒത്തു വരണ്ടേ? ആ ഖദീജുമ്മ, ദേ നിങ്ങൾ സാധനങ്ങൾ നോക്ക്. ഓ, എനിക്കെങ്ങും വേണ്ട. ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാ. ഇത് നോക്കി, നല്ല ഒന്നാന്തരം പെർഫ്യൂമാ. ഒരു തവണ അടിച്ച 24 മണിക്കൂർ നിൽക്കും. ഒന്നടിച്ച 24 മണിക്കൂർ നിൽക്കുന്ന വേറൊരു സാധനം ഉണ്ട്. അതെന്താ അത് മാട്ടുപെട്ടി? ആനമയക്കേ. അത് നിങ്ങളുടെ കയ്യിലില്ലല്ലോ. ആനമയക്ക്. അതുകൊണ്ടിരുന്ന നല്ല കച്ചവടമായിരുന്നു. എല്ലാം പൂട്ടിക്കിടക്കല്ലേ. ഉമ്മ, ഈ പൗഡർ നല്ല ഒന്നാന്തരം പൗഡറാ. എപ്പോഴും വെളുത്ത് തുടുത്തിരിക്കും. എന്നാ ഒരെണ്ണം എടുക്കാം. എനിക്കല്ല, ഞാനല്ലേലും വെളുത്തതാണല്ലോ. എന്റെ മോൻ അബൂന, അവൻ ഇട്ട് കൊടുക്കാൻ. കുടുംബം. മെമ്പറെ, ഞങ്ങളുടെ കച്ചവടത്തിൽ ഇടപെടരുത്. ഖദീജുമ്മ, ഇത് നല്ല ഉഗ്രൻ സാധനമല്ലേ? മെമ്പറെ, നിങ്ങൾ മരണ വീട്, കല്യാണം, പാല് കാച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മുഖം താട്ടെ ഇങ്ങനെ കാണിക്കാറില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോ അവരുടെ മുഖം എന്താ ഇങ്ങനെ ആവുന്നതെന്ന്? എന്തുവാടാ നീല ഈ പറയുന്നത്? അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ മുഖം ഇങ്ങനെ മാറുന്നതിന് ഒരു കാരണമുണ്ട്. ഇവിടെയാണ് നമ്മുടെ വിയർപ്പ് ഗന്ധം നമുക്ക് വിനയായി തീരുന്നത്. പക്ഷെ ഖദീജുമ്മ, ഇതിനെ നല്ല ചന്ദനത്തിന്റെ മണവാ. അല്ലേലും എനിക്ക് നല്ല മണമാന്നാ കുഞ്ഞിക്കാദരൊക്കെ പറയാറ്. അത് കല്യാണത്തിന് മുമ്പല്ലേ? ഇതുപോലെ ഒരുപാട് മണ്ടത്തരങ്ങളെ കല്യാണത്തിന് മുമ്പ് പല പുയ്യാപ്പിളമാരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേട്ട് വിശ്വസിക്കണ്ട. ഇനി കാര്യത്തിലേക്ക് വരാം. ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഒരു മോചനം ഉമ്മ ആഗ്രഹിക്കുന്നില്ലേ? മെമ്പർ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനേ ഖദീജുമ്മാനെ പോലെയുള്ള സുന്ദരിമാരെയും സുന്ദരന്മാരെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഒടുവിൽ നീ സമ്മതിച്ചല്ലോ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന്. ഉഗ്രം പെർഫ്യൂം അല്ലേ ഉമ്മ? ഇതടിച്ച കുഞ്ഞിക്കാദറൊക്കെ എപ്പ വീണെന്ന് ചോദിച്ചാ പോരെ? ഈ കൊച്ചു എന്നെ കൊണ്ട് ഇതെല്ലാം വാങ്ങിപ്പിക്കും. മിടുക്കി കൊച്ചാണല്ലോ എന്റെ മെമ്പറെ. എന്തോ ദേ ഈ കൊച്ചിനെ ഇവിടെ നിർത്തിയ എനിക്ക് നല്ല സഹായമായിരുന്നു. ഇത് ആരാണെന്നറിയാവോ? എന്റെ ഭാഗ്യ നക്ഷത്രമാ. ഭാഗ്യ നക്ഷത്രം. പിഷാരടിക്ക് ധർമ്മജൻ എന്ന പോലെ, നിവിൻ പോളിക്ക് അജു വർഗീസ് എന്ന പോലെ.
അലാവുദ്ദീന് അത്ഭുത വിളക്ക് പോലെയുമാണ് എനിക്ക് ഈ കുട്ടി. ഇവൾ എന്ന് എന്റെ കൂടെ കൂടി അന്നു മുതൽ എനിക്ക് കച്ചവടം വച്ചടി വച്ചടി കയറ്റമാണ്. പടവലം പോലെ അല്ലെ, താഴോട്ട് താഴോട്ട്. മെമ്പർ അനക്കുന്നുണ്ട്, വേണ്ട. പാറപ്പുറത്തിട്ട് പച്ചമീനെ വളർത്തല്ലേ. എടാ, നിന്റെ ഈ ഭാഗ്യനക്ഷത്രത്തിന് എനിക്ക് താ. എനിക്ക് കച്ചവടം നടത്തി അവളെ കുത്തുമോള എടുപ്പിക്കണം. ഞാൻ വിട്ടുതരില്ല. പിടിവാശി വേണ്ട മോനെ, വിട്ടുതരില്ല എന്ന് പറയുന്നത് എന്താ കാശ്മീരോ? എന്നെ ഒന്ന് സഹായിക്കേ. എനിക്ക് കമ്മീഷൻ തരും. തരാം, പക്ഷെ ഒത്തിരി ചോദിക്കരുത്. ഒരു 2000 രൂപ. 2000 രൂപയോ? അത് ഇത്തിരി കൂടുതലല്ലേ? കൊടുത്തേക്ക്. ശരി, തന്നേക്കാം. അടുത്ത ആഴ്ച വന്നാ മതി. ദൃശ്യ, തൽക്കാലം ഈ ബിസിനസ് പുഷ്ടിപ്പെടുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഏയ്, അത് പറ്റില്ല. ഇവിടെ ജോലിക്ക് കയറണമെങ്കിലേ ഇന്റർവ്യൂ ഉണ്ട്. അതിൽ ജയിച്ചെങ്കിൽ മാത്രമേ ജോലിക്ക് കയറാൻ പറ്റൂ. അത് ന്യായം. ചോദ്യം വേണം, ചോദ്യം വേണം. ഇന്റർവ്യൂ ഇല്ലാതെ എങ്ങനെ ജോലിക്ക് കയറ്റും? ഞാൻ ചോദ്യം ചോദിക്കാം. 3 ചോദ്യമുണ്ട്. ചോദിച്ചോളൂ. കുട്ടി എന്തിനുത്തരം പറയും? കുട്ടി പറയും. ചോദ്യം 1. ഒരു ചായക്കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന വാഴക്കൊലയിൽ പൂവനേത് പാളയംകുടനേതെന്ന് എങ്ങനെ തിരിച്ചറിയും? പഴക്കൊല നോക്കുമ്പോ ഏത് കാണുമ്പോഴാണ് ഏറ്റവും ആർത്തി, അതാണ് പൂവൻ. ചോദ്യം നമ്പർ 2. ചായക്കടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ഏത്? ഓപ്ഷൻ. ഓപ്ഷൻ 1 രാഷ്ട്രീയം, 2 സാമ്പത്തികം, 3 പരദൂഷണം, 4 പെൺവാണിഭം. ചർച്ച ചെയ്യുന്ന വിഷയം പെൺവാണിഭം. കറക്റ്റ്. എന്തു മിടുക്കിയ. ചോദ്യം നമ്പർ 3. ഒരു ചായക്കടയിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരാള് ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ജോലി ഉറപ്പ്. പറ, എന്താ? ചായക്കട നടത്തുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഒരാൾ ആദ്യം ശ്രദ്ധിക്കും. വീട്ടിക്ക് യു ആർ. അപ്പനും ബാപ്പയൊന്നും അല്ല, അപ്പോയിന്റഡ്. അത് തന്നെ. മോൾ ഇവിടെ നിന്നു. പക്ഷെ വീട്ടിൽ പറയണ്ടേ? അതൊക്കെ ഞാൻ അറിയിച്ചോളാം. എന്റെ ഫോണില്ലേ, എന്റെ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞേക്കാം. അപ്പോ ഞാൻ പോട്ടെ. പൗഡറിന്റെ കാശും എടുക്ക്. എത്രയാ? കതി ചുമക്കായോണ്ട് 175 രൂപ. 1 രൂപ കുറയില്ല. 125 രൂപയോ? എല്ലാം കൂടെ അടുത്ത ആഴ്ച തന്നേക്കാം. എന്തായാലും കതി ചുമ, ഞാൻ ദൃശ്യയെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാണ്. എന്റെ അത്ഭുത വിളക്ക് ഞാൻ ഇവിടെ തരികയാണ്. ഒരു കെടുത്തരുത്. ഇന്നലെ വരെ എന്നോടൊപ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഭാഗ്യലക്ഷ്മി, ഭാഗ്യം ഈ കോടാലിന്റെ തോളിന്ന് പോയല്ലോ. എങ്ങനെ ഇതിനെ ഒഴിവാക്കണമെന്ന് കരുതിയിരുന്നതാ. എന്നാ പോട്ടെ. അയ്യോ പാവം, കരഞ്ഞോണ്ടാ പോകുന്നേ. കാര്യം അറിഞ്ഞ അടുത്തു തൊട്ട് ഇങ്ങനെ കീറേണ്ട ആവശ്യമൊന്നുമില്ല. ഹിമാറേ, എന്താ കാര്യം വെച്ചാ പറ. നിങ്ങൾ വലിയ സുന്ദരിയാണെന്നും പറഞ്ഞ് നടന്നോ? അവിടെ ഒരു സുന്ദരി സ്റ്റെപ്പിനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നു. സ്റ്റെപ്പിനാ? സ്റ്റെപ്പിന് ചായക്കടയിൽ അവരെ സഹായിക്കാനായിട്ട് ഉഗ്രൊരു പെൺകുട്ടി. ഐശ്വര്യ റായുടെ കണ്ണുകൾ, മഞ്ജുവാരുടെ ചിരി, ഭാവനയുടെ മുടി, ഒന്നും പറയണ്ടുമാ. അത് ശരി. അപ്പൊ അവക്ക് സ്വന്തമായിട്ടൊന്നുമില്ല? സ്വന്തമായിട്ട് തമാശകളാ ഇത്. നമുക്ക് പാരയാവാൻ തോന്നുന്നു. അവള് ഞമ്മക്കിട്ട് വീണ്ടും പണി തുടങ്ങിയ. ഇത് ഏതിടങ്ങാറാണ് മോനെ? എനിക്കറിയില്ലുമ്മ. ഒരു കാര്യം ഉറപ്പാ, ഇത് അബുവിന്റെ ഏർപ്പാടൊന്നുമല്ല. ഓം വിചാരിച്ചാലൊന്നും ഇങ്ങനൊരു പെൺകുച്ചിനെ കൊണ്ടുവരാൻ പറ്റൂല. അവളിപ്പോ ചായക്കട പണി തുടങ്ങി. ഉമ്മ എന്താ അവളുടെ ഉദ്ദേശം? ഉമ്മ അതൊന്ന് ശ്രദ്ധിക്കണം. ഒന്നും കാണാതെ അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ വന്ന് നിൽക്കൂല. എന്തോ കുതന്ത്രങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഉമ്മാന്റെ മോന് ബുദ്ധി വെച്ച് തുടങ്ങിയല്ലേ? അപ്പുറത്താ മരങ്ങോടം പറയുന്ന പോലെ നീ ആള് മന്ദബുദ്ധിയൊന്നും അല്ല. ഓൾ എന്തു കോടാലി ചെയ്താലും അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മളടുത്ത് തന്നെ വരും. അതുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം.
അതിനുവേണ്ടി 24 മണിക്കൂറും എന്റെ ഈ 2 കണ്ണും ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. എന്റെ മോൻ അതിനു വേണ്ടി ഒത്തിരി മാറ്റി വെക്കണ്ട കേട്ടാ. പൂര നിറഞ്ഞു നിൽക്കുന്ന 2 ആമ്പിളരുണ്ടെന്ന് അറിഞ്ഞിട്ടും ഓൾ ഇറങ്ങി തിരിച്ചിരിക്കാണ്. എന്താ വേണ്ടെന്ന് ഞമ്മക്കറിയാം. എന്നെ തോപ്പിക്കാൻ അവൾ എന്ത് ബൈ നോക്കും. വിടില്ല ഞാൻ അവളെ. ഡാ, അബു, എന്തോ അമ്മ? ദേ ഇത് കണ്ടോ? ഇത്രയും കാലമായിട്ട് നിനക്കിങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. ഹും. എന്റെ കുട്ടി വന്ന ദിവസം തന്നെ കട വൃത്തിയാക്കുന്നത് കണ്ടില്ലേ? മിടുക്കി. ഉമ്മ, കച്ചവടമൊക്കെ നന്നാകണമെങ്കിലേ കടയൊക്കെ നല്ല അടിപൊളിയായിരിക്കണം. ഈ ബോണ്ടായും പരിപ്പോടയൊക്കെ പളപളാന്ന് മിന്നണം. അല്ല, പളപളാന്ന് മിന്നാൻ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബോണ്ടയിലും പരിപ്പോടയിലേക്ക് ഓരോ ബൾബ് വെച്ചാലാ അപ്പൊ കത്തി പിന്നേക്കൂലേ? നീ എന്തൊരു പൊട്ടനാ. ഹ. നന്നായി വൃത്തിയായി ഭംഗിയായി വെച്ചാ മതി. എല്ലാരും കാണുന്ന വിധം വേണം വെക്കാൻ. എപ്പോഴും ഈ ചാവാറായി കിടക്കുന്ന ബോണ്ടയും പരിപ്പോടയും മാത്രമല്ലുമ്മ വേണ്ടത്. പല പല വിഭവങ്ങൾ നമ്മുടെ അലമാരയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കണം. വരുന്നവരുടെയൊക്കെ കണ്ണേ അത് കണ്ട് തിളങ്ങണം. വരുന്നവന്റെ ഒക്കെ വായിക്കൂടെ കപ്പലോടണം. എന്റെ മോളെ, പല പല സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ നമുക്കറിയത്തില്ല. ആപ്പാടെ അറിയാവുന്നത് ഒരു ബോണ്ടയും പരിപ്പോടയും ഉണ്ടാക്കാനാ. അതിന് നമുക്ക് വേറെ റെസിപ്പി നോക്കാം ഉമ്മ. അയ്യോ, റെസിപ്പിയോ? അതാരാണപ്പാ? ആ, ഇനി അവനും കൂടെ ശമ്പളം കൊടുക്കാൻ നമ്മുടെ പൈസ ഇല്ലേ? മോക്ക് തന്നെ ഇപ്പൊ നല്ലൊരു തുകയായി. അതിന് നമുക്ക് വേറെ റെസിപ്പി നോക്കാം ഉമ്മ. അയ്യോ, റെസിപ്പിയോ? അതാരാണപ്പാ? ആ, ഇനി അവനും കൂടെ ശമ്പളം കൊടുക്കാൻ നമ്മുടെ പൈസ ഇല്ലേ? മോക്ക് തന്നെ ഇപ്പൊ നല്ലൊരു തുകയായി. ഉമ്മ, റെസിപ്പി എന്ന് പറയുന്നത് പാചകക്കുറിപ്പാ, ആളൊന്നുമല്ല. ആ, അത് ഞാൻ മനസ്സിൽ വിചാരിച്ചതാ. എന്റെ ഒരു വിചാരം. എന്നിട്ട് എന്നെ പറയാഞ്ഞത്? ആ, ഭയങ്കര ബുദ്ധിയാ, മലയോളം മന്ദബുദ്ധി. മോളെ, നമുക്ക് ഈ കച്ചവടം എങ്ങനെ നന്നാക്കാം? അപ്പുറത്തവളെ പിച്ചെടുപ്പിക്കണം. അത് കണ്ടിട്ട് നമ്മളെ കുഴിയിലോട്ട് എടുക്കാവോ എന്റെ പടച്ചോനെ? കച്ചവടം നന്നാകണമെങ്കിലേ ഈ കടയിൽ വന്നിരിക്കുന്ന കണ്ടം ചെയ്ത കക്ഷികളെ മുഴുവൻ ഇവിടുന്ന് മാറ്റണം. കടയൊന്ന് മോടി പിടിപ്പിക്കണം. മോടിയൊക്കെ വരോ? ഓ, ആ മോടിയൊന്നും അല്ല, ഒന്ന് ഭംഗിയാക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് തോരണം കൊടിയൊക്കെ വലിച്ചു കെട്ടിയാലാ? അതെന്തിനാ? ഇതെന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാ? എന്റെ അബു, അതല്ല ഞാൻ പറഞ്ഞത്. നല്ല കസേരകളും നല്ല ഡെസ്കുകളും ഒക്കെ ഇടണം. ഈ മേശയ്ക്കൊക്കെ ഒരു വിരി ഇടണം. പിന്നെ കുറച്ചുകൂടി നമ്മൾ മോഡേൺ ആവണം. അതെങ്ങനെ? ഉമ്മ നോക്കിക്കോ, നാളെ നമ്മൾ മോഡേൺ ആയിരിക്കും. അങ്ങനെ ഞാൻ ഖദീജ ടീ സ്റ്റാളിൽ എത്തി. ഞാൻ ജോലി ഏറ്റെടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഖദീജ ടീ സ്റ്റാൾ മോഡേൺ ആക്കാനുള്ള ശ്രമത്തിലാ. ഞാനത് മോഡേൺ ആക്കിയിരിക്കും. നാളത്തെ പ്രഭാതം സുന്ദരമുക്കിൽ ചില പുതിയ കാഴ്ചകളുമായിട്ടായിരിക്കും. ഞാൻ സൃഷ്ടിച്ച പുതിയ സംഭവങ്ങൾ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെപ്പോഴും വന്ന് പേടിപ്പിക്കരുതെന്ന്. എന്താ കാര്യം? ഇപ്പൊ തന്നെ പേടിച്ച ഇനിയാണ് പേടിക്കാൻ പോണത്. എന്താന്ന് പറ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് എനിക്ക് വയ്യാന്ന്. നിങ്ങൾ 2 ദിവസം കട അടച്ചിട്ട് ഈ 2 ദിവസം കൊണ്ട് സുന്ദരിമുക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് അറിയോ? എന്താ സുന്ദരിമുക്കിലും വല്ല സുന്ദരികളെയും കട്ടോണ്ട് പോയാ? നിങ്ങൾ കിട്ടുവാ, ഒരു കാഴ്ച കാണിച്ചു തരാം. വാന്ന് ഒരു കാഴ്ച കാണിച്ചു തരാം. ഞമ്മള് വന്നോളാം, വിട്. വാ, ഇങ്ങോട്ട് വായോ. ഓ, നടക്ക്.
നോക്ക്. ടാൻ ടടാങ്. ഇതെന്താണ് ഇത്? കല്ലറിലെ കൈയും കാലും വെച്ചു കൊടുത്താ? നല്ലോണം നോക്ക്. അവർ സെറ്റപ്പ് ആയാണ്. കച്ചവടം അവര് കൊണ്ടുപോയി. ഞങ്ങള് മോഡലായി. എന്തിന്റെ മോഡല്? പറഞ്ഞു കൊടുക്കുമോളെ. ചാത്തനാപുരത്തെ നല്ല ഒന്നാന്തരം മോഡലുകൾ. ആ ഞങ്ങളെ ഈ മോഡേൺ ആയെന്നാ പറഞ്ഞത്. ഇനി ഞങ്ങൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കൊച്ചിനോട് ചോദിച്ചാൽ മതി, നന്നായിട്ട് പറയും. എന്നാൽ ഈ കൊച്ചു വന്നേ പിന്നെ ഖദീജുമ്മക്ക് ഇത്രയും മാറ്റോ? ഇത് സാമ്പിള് പൊട്ടാസ്. വെടിക്കെട്ടിനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത് സാമ്പിള് പൊട്ടാസ്. വെടിക്കെട്ടിനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നടക്കാൻ പോകുന്ന വെടിക്കെട്ടിൽ ചെലവളുമാരുടെ ഒക്കെ അടപ്പ് ഞാൻ തെറിപ്പിക്കും. കണ്ടോമ്മ, പണി നമുക്കിട്ടാണ് തരുന്നത്. നമ്മളെ കട്ടയമ്പടാവാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. ചായക്കട പൂട്ടിയിട്ട് അവരുടെ ചായക്കടയിൽ പോയി പണിയെടുക്കാം നമുക്കിനി. എന്റെ പട്ടി പോവും. അവൾ ഒരു വനിതാ സപ്ലയറെ കൊണ്ടുവന്നാ ഞമ്മള് 2 പേരെ കൊണ്ടുവരും. അത് കൊള്ളാം. 2 വനിതാ സപ്ലയർമാർ ഉമ്മേ, അടിപൊളി. എനിക്ക് സന്തോഷമായി, സന്തോഷമായി. സന്തോഷായി. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഈ ബാപ്പാന്റെ അല്ലേ മോൻ? ബാപ്പാന്റെ ഒരു പുഞ്ഞാര മോൻ. പോടാ. നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഇതിനകത്തൊരു പട്ടിയും പൂച്ചാൻ വരാൻ പോണില്ല. ഈയും നോക്കിക്കോടാ, അവളുടെ കച്ചവടം ഞമ്മള് പൊളിച്ചിരിക്കും. ആണ്ടാങ്കുന്നത്ത് ഉസ്മാന്റെ മോൾ ആയിഷയാണ് പറയുന്നത്. മാട്ടുപ്പെട്ടി വരുന്നുണ്ടല്ലോ. കദീശുമ്മ, കടയൊക്കെ ഗംഭീരമായിട്ടുണ്ടല്ലോ. കഴിക്കാൻ എന്തുണ്ട്? ആ ഇവിടെ മെനു വെച്ചിട്ടുണ്ട്. എന്നാ 2 ചൂട് മെനുവും കടുപ്പത്തിലൊരു ചായ വരട്ടെ. മെനു ഒക്കെ കഴിച്ചിട്ട് എത്ര കാലമായി. ഗൾഫിലുണ്ടായിരുന്ന നമ്മുടെ ചെറിയാച്ചന്റെ കൂടെ പോയാ ഒരു മെനു കഴിച്ചത്. മെനു എന്താന്ന് പോലും അറിയാൻ മേലാതെ വന്നേക്കുന്നു. നിങ്ങളൊക്കെ സുന്ദരി മുക്കിന്റെ അഭിമാനമാണ് കേട്ടോ. മോളെ, ഈ മെനു എന്താന്നൊന്ന് പറഞ്ഞു കൊടുക്ക. ചേട്ടാ, മെനു എന്ന് പറഞ്ഞ സാധനങ്ങളുടെ ലിസ്റ്റാ. ദേ ചേട്ടാ, ഇത് നോക്കി വായിച്ചാ മതി. ഈ എലേപ്പത്തിന് 4 രൂപയെ 2 രൂപയ്ക്ക് തരുവോ? 2 രൂപയ്ക്ക് ഇല തരാം. എന്നാ എലേപ്പം വേണ്ട, ഒരു ഉഴുന്നോടായിരുവോ? ആ അങ്ങനെ ചോദിക്കും. ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ എന്താ വിലയെന്നറിയാവോ? ഉഴുന്നിന് വില, പച്ചക്കറിക്ക് വില, വെളിച്ചെണ്ണയ്ക്ക് വില, ഗ്യാസിന് വില. അപ്പോഴാ 2 രൂപയ്ക്ക് ഇലയപ്പം തരുവോന്ന്. അതൊക്കെ അവളോട് ചോദിക്കും. അവിടെ കാണും വളിച്ചതും പുളിച്ചതും ഒക്കെ. അതേടി, വളിച്ചതും പുളിച്ചതൊക്കെ വിറ്റ് പരിചയം അനക്കാണല്ല. വളിച്ച് വിറ്റെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകൾ മൊത്തം അവിടെയാ. കദീസുമ്മ, ഇത് ഇന്നലത്തെ ഉഴുന്നോടെ ആണല്ലോ. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കടയിൽ ഉഴുന്നുവടേ ഉണ്ടാക്കിയിട്ടില്ല. അതാ ഞമ്മള് പറഞ്ഞത് അവക്കടെ കടയില് വളിച്ചതും പുളിച്ചതേ കാണത്തുള്ളൂന്ന്. കുപ്പായൊന്നും കെട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സ് നന്നാവണോടി, മനസ്സ്. ഒരു നല്ല മനസ്സുള്ള ഒരുത്തി. നീ വെളുത്തിരുന്നാലും മനസ്സ് മുഴുവൻ കറുപ്പല്ലേടി കൂടോത്രക്കാരി. എടി, അസൂയ കുശുമ്പും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. നിന്റെ കടയിലെ ഇനി ഒരു പൂച്ചയും കേറാൻ പോകുന്നില്ല. ഒരു ഷട്ടർ ഉണ്ടാക്കി വെച്ചോ, ഉടനെ ഇടേണ്ടി വരും. ആരാണ് ഷർട്ട് ഇടാൻ പോയത് ഞമ്മക്ക് കാണാടി. നിന്റെ കാര്യം പോക്ക. നീ പണിയൊന്നുമില്ലാതെ തെണ്ടി തിരിഞ്ഞും അവസാനം പിച്ചയെടുത്ത് നിരങ്ങി എന്റെ മുമ്പിൽ വന്ന് നിൽക്കും. നോക്കിക്കോ. പടച്ചോനെ, അന്യായ പ്രാക്കാണല്ലേ. ഏക്കുമ്മ ശുക്കൂറേ, ഓള് പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കുവാ. ഉമ്മ പിച്ചെടുത്ത് തെണ്ടി തിരിഞ്ഞു നടന്നാലും അത് കാണാനൊരു ശീലൊക്കെ ഉണ്ട്. ഉമ്മ ആളുടെ സുന്ദരിയല്ലേ. പോണവളത്. ഉമ്മയെ പിച്ചടിപ്പിക്കുന്നത് നിനക്ക് കാണോ അല്ലേ? വേണ്ടുമ്മ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എന്തെങ്കിലും തരണേന്നും പറഞ്ഞു. മയ്യത്തായാലും ഞാനേ അവളുടെ അടുത്ത് കഴിഞ്ഞിട്ടായിരുന്നു പോവൂല. ഉമ്മ, ഒരു വഴിയുണ്ട്. അവളുടെ കച്ചവടം പൂട്ടണം. ആ കച്ചവടം പൂട്ടിയില്ലെങ്കിൽ നമ്മള് കൊടുക്കും. ഇങ്ങനെ പൊളിക്കുമ്മ അവരുടെ കച്ചവടം.
ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് സ്ത്രീ പീഡനത്തിന്റെ കേസ് കൊടുത്താലോ? സ്ത്രീ പീഡനത്തിനാ? അപ്പുറത്ത് നിൽക്കുന്ന ആ കൊച്ചിനെ ആ അബുവും കദീഷുമായും കൂടി പൈശാചികമായി പീഡിപ്പിച്ച് ജോലി ചെയ്യിക്കാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്താലോ? കൊള്ളാം. അവസാനം കള്ളപ്പരാതി കൊടുത്തതിന് ഉമ്മ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നണം അല്ലേ? ഇവിടുത്തെ ഉണ്ട പോലെയാണ് അവിടുത്തെ ഉണ്ട? ആണാ? ജയിലിലെ ഉണ്ടാ നല്ല ഉണ്ടയാ. ഇവിടുത്തെ ഉണ്ടക്ക് ഒരാഴ്ചത്തെ പഴക്കല്ലേ. ജയിലിൽ അങ്ങനെയല്ല, ഫ്രഷ് ആണ്. ഫ്രഷ്, മായവില്ലാത്ത സാധനം. ആക്ച്വലി പരാതി കൊടുത്താൽ എന്താണ് പ്രശ്നം? അതെന്താ ആക്ച്വലി? അത് ഞാനങ്ങ് മറന്നുപോയി. ഉമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലേ. അപ്പുറത്തെ പെണ്ണ് വന്നതിന് ശേഷം ഖദീജും അവരെ ഇംഗ്ലീഷാണ് പറയണത്. അബു അബു എന്ന് ഇംഗ്ലീഷിലാണ് വിളിക്കണത്. കുറച്ചു മുമ്പേ കേട്ടല്ലേ ഉമ്മ? നമുക്കൊരു പരാതി കൊടുത്താൽ എന്താണ് പ്രശ്നം? എടാ മണ്ടച്ചാരെ, പരാതി കൊടുക്കാൻ ഓള് സമ്മതിക്കണ്ടേ? ഓളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഓള് അവിടെ ആളല്ലേടാ. ഉമ്മ, ഞമ്മള് ഒര നിറഞ്ഞു നിൽക്കുകയാണെന്നും പറഞ്ഞല്ലേ ഉമ്മ ആരെ ഇങ്ങോട്ടുണ്ടാത്തത്. അതുപോലൊരു പെണ്ണ് ഇവിടെ വന്ന നമുക്കും കച്ചവടം കിട്ടും. അങ്ങനെ എന്റെ മോൻ ഇപ്പൊ കൊയിപ്പിക്കാൻ നിക്കണ്ട. കൊയിപ്പിക്കാൻ പറ്റിയൊരാള് അപ്പുറത്തവനെ പോലെയാണോ നീ? ഈ സുന്ദരനല്ലേ? വെള്ളലോ പോലെയല്ലേ ഈ ഇരിക്കണേ? ആ, വല്ല പെണ്ണുങ്ങളും വന്ന് അന്നം വളച്ചെടുത്ത ഉമ്മാക്ക് പണിയാവും മോനെ. എന്റെ മോനതൊന്ന് ചിന്തിക്കാൻ നിക്കണ്ട കേട്ടാ. എന്താ വേണ്ടതെന്ന് ഉമ്മാക്കറിയാം കേട്ടാ. ഉമ്മാന്റെ തലയിൽ പെരുത്ത ബുദ്ധിയല്ലേ?